ഇന്ന് വൈകിട്ടത്തെ വചനധ്യാനത്തിനായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. Matthew chapter 11 verse 30. Shall we turn to God's word and read മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. യേശു വിളിക്കുകയാണ്. ജീസസ് ഈസ് കോളിംഗ്. യേശു ബുലാരഹയെ കിസ്കോ. അധ്വാനിക്കുന്നവർ ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ഭാരം ചുമക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ക്ഷീണിച്ചിരിക്കുന്നവർ, അധ്വാനിക്കുന്നവർ. ദൈവം അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വലിയൊരു ഭാരവുമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. Come unto me who labor and weary and heavy laden. All those who are weary and heavy laden. അധ്വാനിച്ച് ക്ഷീണിച്ച് മടുത്ത് ഭാരം ചുമന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതമുണ്ടെങ്കിൽ ഇന്ന് നീ യേശുവിൻ്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. The life is too much. ജീവിതം ഭയങ്കര പ്രയാസമാണ്. കുടുംബജീവിതം വലിയ കഷ്ടപ്പാടാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് എങ്ങനെയാണ് അവസാനിക്കുന്നത് അറിയില്ല. ഭർത്താവിൻ്റെ വിഷയമായിരിക്കാം, ഭാര്യയുടെ വിഷയമായിരിക്കാം, കുടുംബത്തിൻ്റെ വിഷയമായിരിക്കാം. എനിക്കറിയില്ല നിങ്ങളുടെ മനസ്സിനെ നലട്ടുന്നത് എന്താണ്. പക്ഷേ കർത്താവിനറിയാം യേശുവാണ് നിങ്ങളെ വിളിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് ആരും വെറും കൈയായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുരുടൻ വന്നു, കാഴ്ച ലഭിച്ചു. ചെകിടൻ വന്നു, കേൾവി ലഭിച്ചു. ഭൂതഗ്രസ്തന് പൂർണ്ണ വിടുതലുണ്ടായി. Anyone who comes to Jesus will be touched by the power of God. Hallelujah. 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 If you want to have the power of God flow in your life, one thing you have to do, come to Jesus. യേശുവിൻ്റെ അടുക്കൽ നീ വരണം. എല്ലാ ദിവസവും, എവ്രി ഡേ. വി ഫോർഗെറ്റ് ദിസ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ സ്നാനപ്പെട്ടു, ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചു. ഇപ്പോൾ കുറേ നാളായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പഴയ പോലെ പ്രാർത്ഥനയില്ല. യു ആർ നോട്ട് സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. യു ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ഹിം. You are not going to him to listen to him. If you go every day to listen to him and say, Lord, here I am, do what you want me to do, God will try to speak to you. God will definitely speak to you. നീ എല്ലാ ദിവസവും യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിക്കണമേ, ഞാനിതാ എവർ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നോട് എല്ലാ ദിവസവും സംസാരിക്കും. മുമ്പേ നമ്മൾ കേട്ടതുപോലെ എൻ്റെ ജീവിതം ഇന്ന് ഫ്രീ ആയിട്ട് വിട്ടുതരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ചില കാര്യങ്ങൾ നിന്നിൽ കൂടെ ചെയ്യാൻ പോവുകയാണ്. ആ സ്റ്റിയറിംഗ് വീൽ, യുവർ സ്റ്റിയറിംഗ് വീൽ ഓഫ് യുവർ ലൈഫ്, യു ഹാവ് ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു ജീസസ്. ഭാരം ചുമക്കുന്നവർ. സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് ലാസ്റ്റ് വീക്ക് വെൻ ഐ read this. That is why I wanted to share this. Praise the Lord. ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്കറിയാം, അവരെ ചെറിയ വെയിറ്റ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യും, ചെറിയ വെയിറ്റ് വെച്ച് ചേഞ്ച് ചെയ്യും. വേറൊരു സംഗതിയുണ്ട്, സ്നാച്ച് ലിഫ്റ്റിംഗ്. വലിയ വെയിറ്റ് ഒറ്റ അടിക്ക് പൊക്കി ഇങ്ങനെ 2 മിനിറ്റ് നിർത്തിയേച്ച് ടപ്പെന്നങ്ങ് വിടും. അതിൽ കൂടുതൽ ആ മനുഷ്യന് പറ്റില്ല. ഭയങ്കര വലിയ വെയിറ്റാണ്. അപ്പം നിന്റെ തലയിലിരിക്കുന്ന ഭാരം എന്താണെന്നുള്ളത് നിനക്ക് മാത്രമേ അറിയുള്ളൂ. നിന്റെ കഴുത്ത് വേദനയും തലവേദനയും അറിയുമ്പോൾ അറിയാം, മനസ്സിൻ്റെ വേദന അറിയാം. ഇന്ന് രാത്രി നിന്റെ തലയിൽ പിശാച് കൊണ്ട് വെച്ചിരിക്കുന്ന ഭാരം എത്ര വലുതാണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വേറൊരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളെ ഓർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്, 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും ഒരു ദിവസം നീ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ കൈ വേദനിക്കാൻ തുടങ്ങും. ചെറിയൊരു ഭാരമല്ലേ, അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ്. വലിയ ഭാരമൊന്നും നീ ചുമക്കുന്നില്ല. വലിയ ഭാരമൊക്കെ ഞാൻ പണ്ട് കൊടുത്തു. എൻ്റെ വലിയ ചിന്താകുലവും വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ദൈവത്തിൻ്റെ കൈ കൊടുത്തു. പക്ഷെ ഈ ചെറിയ സംഗതി കൊടുക്കാൻ എനിക്ക് മടിയാണ്. 1 ഗ്ലാസ് വെള്ളമാണ്. 10 മിനിറ്റ് പിടിക്കാം, അരമണിക്കൂർ പിടിക്കാം. പക്ഷെ നീ ഒരു ദിവസം കൊണ്ട് നടന്നാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും കൈ വേദനിക്കാൻ തുടങ്ങും. വെയിറ്റ്, however small it is, if you continue to carry, it will start hurting your life. നിന്റെ ജീവിതത്തിലെ ഭാരം എത്ര ചെറുതാണെങ്കിലും അത് നീ തുടർന്ന് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് നിന്റെ ആത്മീക ജീവിതത്തെ തകർക്കും, വേദനിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായി പറയുവാൻ ആഗ്രഹമുണ്ട്. ചെറുതും വലുതുമായ എല്ലാ ഭാരവും, എല്ലാ ചിന്താകുലവും മുഴുവനായി ദൈവത്തിന്റെ കൈ കൊടുക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. ഈ ഏറ്റവും കൂടുതൽ കുടുംബത്തിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് പെട്ടെന്ന് അവരുടെ വിഷയങ്ങൾ, അവരുടെ വേദനകൾ മുഴുവൻ ദൈവത്തിൻ്റെ കൈ കൊടുക്കാൻ ഭയങ്കര വിഷമമാണ്. കുറച്ച് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, ഇതൊക്കെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ഞാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ മക്കളുടെ കാര്യം ചിന്തിക്കുന്നത്? ഹു എൽസ് വിൽ തിങ്ക്? ലെറ്റ് മീ വറി ലിറ്റിൽ വൈൽ. കുറച്ചൊക്കെ ഞാൻ ഭർത്താവിനെ കുറിച്ച് ഇരുന്ന് ഓർത്ത് വിഷമിക്കട്ടെ, കുറച്ചൊക്കെ ഞാൻ മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കട്ടെ. നീ ഓർത്ത് വിഷമിച്ച് നീ ഭാരം ചുമക്കും തോറും നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതാണേലും വലുതാണേലും ഇന്ന് രാത്രി എല്ലാ ഭാരവും ഞാൻ കർത്താവിൻ്റെ കൈ കൊടുക്കുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 55:22 വാക്യം. Psalms 55:22. വേഗം വായിക്കണം, ചില വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാനുണ്ട്. Psalms 55:22. സങ്കീർത്തനം 55 അധ്യായം അതിൻ്റെ 22 വാക്യം. Cast your burdens upon Jehovah and he will sustain you. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. He will sustain you. നിന്നെ പുലർത്തുന്ന ദൈവമാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വിഷമിക്കരുത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, കാക്കയെ നോക്കിയാൽ, പറവകളെ നോക്കിയാൽ അത് വിഷമിക്കുന്നില്ല, വയലിലെ പുല്ലിനെ നോക്കിയാൽ അത് വിഷമിക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടുന്നില്ല. കർത്താവാണ്, ദൈവമാണ് നിന്നെ പുലർത്തുന്നത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ God will sustain you. രണ്ടാമത്തെ സന്ദേശം ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ളത്, നിന്റെ ജീവിതത്തെ പുലർത്തുന്നത് ദൈവമാണ്, നീ തന്നെയല്ല. നിന്റെ കൈമിടുക്ക് കൊണ്ടല്ല, നിന്റെ ആരോഗ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നീ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം, ആത്മീക ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭൗമിക ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാരം, കാസ്റ്റ് യുവർ ബർഡൻസ് ഓൺ ജെഹോവ ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ പുലർത്തും. 1 മിനിറ്റ് 2 മിനിറ്റ് കാര്യമാണ് പുലർത്തുക എന്ന് പറഞ്ഞാൽ, അല്ല, ജീവിതം മുഴുവൻ. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം തൊട്ട് നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ നിന്നെ അറിയുന്ന ദൈവം. God who knows you, who knows everything about you, അവൻ നിന്നെ കരുതും. Hallelujah, hallelujah. Pregnant mothers know very well how difficult it is to carry the baby for 9 months. 9 മാസം കുഞ്ഞുങ്ങളെ ചുമക്കുന്ന വേദന എങ്ങനെയാണെന്ന് ഗർഭിണികളായ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, പ്രസവിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പ്രസവവേദന സാധിച്ചതങ്ങ് താഴെ ഇറക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അല്ലാത്ത ഈ ഭാരം കൊണ്ടു നടക്കാൻ, നടക്കുമ്പോൾ വേദന, കിടക്കുമ്പോൾ വേദന, ഇരിക്കുമ്പോൾ വേദന, ഇടയ്ക്കൊക്കെ പ്രയാസമാണ്. പക്ഷെ അവർ സ്വന്തം കുഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുകയാണ്. ദൈവം നിന്നെ സന്തോഷത്തോടെ കൊണ്ടു നടക്കും. നിന്റെ ജീവിതകാലം മുഴുവനും നിന്നെ പുലർത്തും. അവൻ നിന്നെ താങ്ങും. എന്നെ താങ്ങുന്നത് സർവശക്തന്റെ നിത്യമായ കരമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമൈതലേ, അതൊരിക്കലും നിന്നെ വിട്ടുപോകുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയുവാനുള്ളത്, നിന്നെ താങ്ങുന്ന മനുഷ്യകരങ്ങളല്ല, നിന്റെ കുടുംബമല്ല, നിന്റെ ഭർത്താവല്ല, നിന്റെ ഭാര്യയല്ല, ദൈവത്തിന്റെ യഹോവയുടെ നിത്യമായ കരമാണ്. The everlasting arms of Jesus, of God will sustain you. Hallelujah. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമാണ് നിന്നെ താങ്ങുന്നത്, നിന്റെ രോഗം മാറ്റുന്നത്, നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നേടിത്തരുന്നത്. Everything, the everlasting arms of God will sustain you. Hallelujah. The everlasting arms of God will sustain you. ഒരിക്കലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിന്നെ എന്നും പുലർത്തും. പിശാചിന്റെ ഒരു തന്ത്രമാണ്, നാളെ എന്ത് സംഭവിക്കും, നാളെ ഭക്ഷണം കിട്ടിയില്ലല്ലോ, നാളെ ജോലി കിട്ടിയില്ലല്ലോ, worry about tomorrow, क्या हो जाएगा कल ऐसा है तो क्या है, सोच में पढ़कर तुम्हारा पूरा जिंदगी खराब करेगा. ये शैतान का टेक्निक है, तरीका है. परमेश्वर वो चाहता है कि आपका सभी भार उनके ऊपर सौंपते. ദൈവത്തിന്റെ മേൽ നിന്റെ സകല ഭാരവും ഇടുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
അടുത്ത വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, മൈ യോക്ക് ഈസ് ഈസി, മൈ ബർഡൻ ഈസ് ലൈറ്റ്. എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകുന്നു. When you take your burden and give it to God, casting your burden into God's hand, God puts a yoke on you. കർത്താവ് നിന്റെ മേലൊരു നുകം ഇടും. Praise the Lord. ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ഭാരം ദൈവത്തിന്റെ കയ്യിലിടുമ്പോൾ, നിന്റെ പ്രശ്നം ദൈവത്തിന്റെ കയ്യിലിടുമ്പോൾ, when you are casting everything into the hand of Jesus, Jesus puts a yoke on you. ദൈവം നിന്റെ പുറത്തൊരു നുകം വെക്കും. ഇത് പലർക്കും ഇഷ്ടമല്ല. Praise the Lord. Have you seen a bullock? നുകം വെച്ച് കാള പോകുന്ന കണ്ടിട്ടുണ്ടോ? രണ്ട് കാള ഇങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ പുറത്ത് ഇങ്ങനെ നുകം നിൽക്കുന്നു. നീ നിന്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ വെക്കുമ്പോൾ കർത്താവിൻ്റെ നുകം നിന്റെ മേൽ വരും. Praise the Lord. അത് ശ്രദ്ധിച്ച് കേൾക്കണം. When God's yoke comes on you, ദൈവത്തിൻ്റെ നുകം നിന്റെ മേൽ വരുമ്പോൾ, on one side is Jesus, the other side is you, and then you are going to go together. Hallelujah. നീ ഒരുമിച്ച് പോകുവാൻ പോകുകയാണ്. Some people don't like that. 24 മണിക്കൂറും ദൈവത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യവും ഞാൻ ഇപ്പം കാണിക്കുന്ന തോന്നിവാസം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ തന്നെ വിട്ടോളൂ. ആ നുഖത്തിൻ്റെ കീഴിൽ എനിക്ക് പോയി നിൽക്കാൻ താല്പര്യമില്ല. God is asking you to come to be yoked with Jesus Christ. എൻ്റെ നുഖം ലഘുവാണ്, എൻ്റെ ഭാരം വളരെ ചെറുതാണ്, നീ അത് ചുമക്കുവാൻ എൻ്റെ കൂടെ വരിക. Come to me. Let him tie his yoke on you. എത്ര പേര് പറയും, God, Jesus, tie me with you. നീയുമായി എന്നെ ബന്ധിപ്പിച്ച് നിന്റെ നുഖവുമായി കണക്ട് ചെയ്ത് എന്നെ ഇന്ന് കെട്ടുമാറാകണമേ. ഞാൻ പോകുന്നിടത്ത് പോകുവാനല്ല, അങ്ങ് പോകുന്നിടത്ത് പോകുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ. അങ്ങ് പോകുന്നിടത്ത് പോകുവാൻ എനിക്ക് ഭാഗ്യം തരുമാറാകണമേ. To be yoked with Jesus. When you are casting your cares on Jesus, നിന്റെ ഭാരം ദൈവത്തിന്റെ കൈ കൊടുക്കുമ്പോൾ കർത്താവിന്റെ നുകം നിന്റെ മേൽ വെക്കുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. Let's go forward. സങ്കീർത്തനം 68:19. Psalm 68 verse 19. യഹോവ നിന്റെ ഭാരം ചുമന്നു കഴിഞ്ഞാൽ അവൻ നിന്നെ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ. Who daily beareth your burden. Every day, എല്ലാ ദിവസവും നിന്റെ ഭാരം ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചേച്ച് 2 മിനിറ്റ് ചിന്തിച്ചു. നിന്റെ എല്ലാ ഭാരവും അവൻ്റെ മേൽ ഇട്ടുക എന്ന് പറഞ്ഞേച്ച് നാൾ തോറും ഭാരം ചുമക്കാൻ എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്? വൈ ഈസ് ഇറ്റ് റിട്ടൺ ലൈക്ക് ദിസ്? ഭർത്താവ് കൈ കൊടുത്തേച്ച് നിന്റെ ഭാരമൊക്കെ ഞാൻ ചുമക്കാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അയാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചുമക്കാൻ പറ്റുമോ? അയാൾ കട്ടിലേലാവും. ഇപ്പോൾ ഫുൾ ഗ്യാരണ്ടി ഇല്ല 365 ദിവസം ചുമക്കാൻ പറ്റുമെന്ന്. ഭാര്യ പറയുകയാണ്, ഇനിയും തൊട്ട് നിങ്ങളെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം, ഒന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊള്ളാം. വളരെ സ്നേഹമുള്ള ഭാര്യയാണ്. പക്ഷെ ഭാര്യയ്ക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നാൾ തോറും, നിന്റെ ഭാരങ്ങളെ നാൾ തോറും ചുമക്കുന്നവൻ. ഡെയിലി ക്യാരിങ് യുവർ ബർഡൻ. He is there 365 days for you. 365 ദിവസവും നിന്റെ കൂടെ നിന്നുകൊണ്ട് നിന്റെ ഭാരത്തെ ചുമക്കുവാൻ അവൻ സർവശക്തനാണ്. രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഭാരം കൊണ്ട് താത്തു വെച്ച ഇന്ന് അവർ പുതിയത് പൊക്കി കണ്ടുപിടിക്കും. എങ്ങനെങ്കിലും പോയി ഇൻവെന്റിങ് പ്രോബ്ലംസ്, ഇൻവെന്റിങ് ബേർഡൻസ്. പ്രൈസ് ദി ലോർഡ്. അതിന് ഞാൻ ഒത്തിരി എക്സാമ്പിൾ പറയാം, 1-2 നിങ്ങൾക്ക് അറിയാം. 2000 ആയ സമയത്ത് ഓൾ ഓവർ ദ വേൾഡ് ദേ വർ സെയിങ് കമ്പ്യൂട്ടർ ഓഫ് ആകാൻ പോവാണ്. Y2K. I said in my messages, Y2K is a paper tiger. Nothing is going to happen. Everybody is afraid. പിശാച്, fear he puts into your mind. New burden. ചുമ്മാ ഒരു ഭാരം അങ്ങ് എടുക്കുക. ഭാരം ഉണ്ടായിട്ട് വേണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്ന 95% ഉണ്ടാക്കുന്ന ഭാരമല്ല, യഥാർത്ഥ ഭാരമല്ല, മനസ്സുകൊണ്ട് ആലോചിച്ചുണ്ടാക്കുന്ന ഭാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം വണ്ടി ലേറ്റ് ആയാലോ, മോൻ അസുഖമായാലോ, ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ, നാളെ രാവിലെ അങ്ങനെ പറ്റിയാലോ, എവ്രിതിങ് വി ക്രിയേറ്റ് ആൻറ്റിസിപ്പേറ്റിംഗ്. അതുകൊണ്ടാണ് നാൾ തോറും നിന്റെ ഭാരങ്ങളെ, നീ പുതിയൊരു ഭാരം നാളെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതിൽ ചുമക്കാൻ ദൈവം വിശ്വസ്തനാണ്.
എങ്ങനൊക്കെ ആലോചിച്ച് എന്തൊക്കെ ഭാരം ഉണ്ടാക്കിയാലും 365 ദിവസവും നിന്റെ ഭാരത്തെ ചുമക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. ബിസിനസ്സുകാർക്ക് ഭയങ്കര പ്രയാസമാണ്. നാളെ അവരുടെ ബിസിനസ്സിൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ ജോലിക്ക് ആൾ വന്നില്ലെന്നിരിക്കും, ചിലപ്പോൾ വിളിച്ചു പറഞ്ഞ് സപ്ലൈ കൊടുത്തില്ലെന്ന് വരും, ചിലപ്പം ഓർഡർ എടുക്കുന്നവൻ ക്യാൻസൽ ചെയ്തെന്ന് വരും. ഇവന് ഡെയിലി പുതിയ ഭാരമാണ്. ഈ ഡെയിലി ഭാരം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഫോൺ വിളിച്ച് ആരെങ്കിലും വിഷമകരമായ ഒരു ന്യൂസ് തന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ണടച്ചിട്ട്, ദൈവമേ അത് ഞാൻ നിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമ്പൂർണ്ണമായി മാറ്റുന്നുവെന്ന് ഏത് ജീവിതം പറയുന്നുവോ, ഇന്ന് സന്തോഷത്തോടെ നീ പോകാൻ പോകുകയാണ്. നിന്റെ സകല ചിന്താലുകവും അവൻ്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ, because he cares for you, cast all your burdens and worries on him. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നിന്നെ പുലർത്തുന്ന ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ ഉറങ്ങിയാലും ഉറങ്ങാതെ നിന്നെ നോക്കുന്ന ദൈവം. When we do major surgery, the patient is asleep for 6 to 8 hours. ന്യൂറോ സർജറി ചെയ്യുമ്പോൾ 8-10 മണിക്കൂർ പേഷ്യൻ്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർജൻ ഭയങ്കര ബിസിയാണ്. പക്ഷെങ്കിൽ ബിസി അല്ലാതെ ഉറങ്ങാതെ നോക്കുന്ന ഒരു അനസ്തെറ്റിസ്റ്റ് ഉണ്ട്. എല്ലാ ഹാർട്ട് ബീറ്റും, എല്ലാ ശ്വാസവും, എല്ലാ ഇടുപ്പും ചലനവും ബാക്കിൽ നിന്ന് നോക്കുന്ന ഒരു അനസ്തെറ്റിസ്റ്റ് ഉണ്ട്. അയാളുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ അയാൾ ശ്രദ്ധയോടെയാണ് നിൽക്കുന്നത്. ഒരു അനസ്തെറ്റിസ്റ്റ് നോക്കുന്നതിനെക്കാട്ടിലും, ഒരു പെറ്റമ്മ നോക്കുന്നതിനെക്കാട്ടിലും, ഒരു സർജൻ നോക്കുന്നതിനെക്കാട്ടിലും നാൾ തോറും നിന്റെ ഭാരങ്ങളെ ചുമന്ന് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ജീവിക്കുന്നുവെങ്കിൽ നീ എന്തിനാണ് ഇന്ന് രാത്രി ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി എന്തിനാണ് നീ ഭാരം ചുമക്കുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പ്രാവശ്യം നീ മെസ്സേജ് കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം വീണ്ടും നിന്നോട് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നീ വീണ്ടും ഭാരം ചുമക്കാൻ ഏൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. Can we look up another portion, another message, another portion we read? Exodus chapter 6 verses 6 and 7. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. Exodus chapter 6 verse 6 and 7. I am the Lord. Yes. I will bring you out of the bondages of the Egypt. മിസ്രയീമിന്റെ കെട്ടുകളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. മലയാളത്തിലും വായിച്ചോളൂ. ഞാൻ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിന്റെ മിസ്രയീമിൽ ഊഴിയവേൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ കെട്ടിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. പാപത്തിന്റെ കെട്ടിൽ നിന്ന്. ചില ജീവിതങ്ങൾ മദ്യപാനം വിടണമെന്ന് വലിയ ആഗ്രഹമാണ്. എനിക്ക് ഒത്തിരി ഫോൺ വരുന്നുണ്ട്. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭയങ്കര മദ്യപാനിയാണ്. മദ്യപാനം വിടണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ അയാൾക്ക് മദ്യപാനം വിടാൻ പറ്റുന്നില്ല. ഒരു കെട്ടാണ്, അതൊരു സ്പിരിറ്റാണ്. അത് വിടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പല പാപ സ്വഭാവങ്ങളും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പിശാച് കെട്ടിയിരിക്കുന്നത് അഴിക്കുവാൻ. മിസ്രയീം വെച്ചിരുന്ന വലിയ ആ കെട്ടിൽ നിന്ന്, ആ ഊഴിവേലയിൽ നിന്ന് ഇസ്രയേലിനെ ദൈവം വിടുവിച്ചു. നീണ്ട വർഷങ്ങൾ ഇവർ അടിമത്തത്തിലായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം പിശാചിന്റെ അടിമത്തത്തിൽ, പാപത്തിന്റെ അടിമത്തിൽ, തെറ്റായ സ്വഭാവങ്ങളുടെ അടിമത്തത്തിൽ, തെറ്റായ കൂട്ടുകെട്ടിന്റെ അനുഭവത്തിൽ കിടക്കുന്നെങ്കിൽ വിടുവിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇഫ് എനി ഓഫ് യു ആർ അണ്ടർ എനി ബോണ്ടേജ്, മേ ഗോഡ് റിലീസ് യു. എത്ര വലിയ കെട്ടാണെങ്കിലും എൻ്റെ ദൈവം അഴിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ചില ഡ്രഗ് അഡിക്ട്സ്, വലിയ വലിയ മാരകമായ ഇഞ്ചെക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ എനിക്കറിയാം. ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനൊരുത്തരുണ്ടായിരുന്നു അവിടെ. ഹി വാസ് എ ഡ്രഗ് അഡിക്റ്റ്. We started praying for him. God delivered him. He became a child of God. Now he is a doctor, very good doctor in America. Hallelujah. ഏത് വലിയ കെട്ടിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്.
അമേരിക്കയിൽ, ന്യൂയോർക്കിൽ പിള്ളേരുടെ ഇടയിൽ അമംഗ് ടീൻസ് ഡ്രഗ് അഡിക്ഷൻ ഭയങ്കര കോമൺ ആണ്. ഒത്തിരി പേര്. അമേരിക്കൻ ഗവൺമെൻറ് സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി. അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഡേവിഡ് വിൽക്കർസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി പോയി. ആ വ്യക്തിക്ക് അനേക ജീവിതങ്ങളെ സുവിശേഷത്തിന്റെ ശക്തിയാൽ വിടുവിക്കുവാൻ സാധിച്ചു. വാട്ട് അമേരിക്കൻ ഗവൺമെന്റ് couldn't do, ആ സ്പിരിറ്റ് ഫിൽ മാൻ ഓഫ് ഗോഡ് കുഡ് ഡു. ആത്മനിറവുള്ള ഒരു മനുഷ്യന് അമേരിക്കൻ ഗവൺമെന്റ് ചെയ്യാൻ സാധിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്ത ചില സംഭവങ്ങൾ സ്വർഗത്തിന്റെ ശക്തിക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണ ഉറപ്പോടെ പറയുമാറാകട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. ആന്റണി, ഇന്ന് രാത്രി ദൈവത്തിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ കാൽവറി രക്തത്താൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി പൂർണ്ണ സൗഖ്യം ദൈവം തരും. അത് വിശ്വസിച്ചാൽ മാത്രം മതി. മരുന്നല്ല സൗഖ്യമാക്കുന്ന. ഐ ആം എ ഡോക്ടർ ഹു ഓപ്പറേറ്റ്സ്. എനിക്ക് മുറിക്കാൻ അറിയാം, കരിക്കാൻ അറിയില്ല. കരിക്കുന്ന ദൈവമാണ്. അവന്റെ അടിപ്പിണരുകളാലാണ് സൗഖ്യം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രോഗികളായി ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത്ഭുതകരമായ ദൈവസൗഖ്യം, ആത്മീകമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം ദൈവം നിങ്ങൾക്ക് തെരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവരെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകുവാൻ. ടു ടേക്ക് ദം ടു എ പ്രോമിസ്ഡ് ലാൻഡ്. ദൈവം നിന്റെ ഭാരമൊക്കെ ചുമന്ന്, ദൈവം നിന്റെ വേദനയൊക്കെ എടുത്ത് സാത്താന്റെ കെട്ടിൽ നിന്ന് നിന്നെ അഴിച്ച് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ പോലെ ആക്കി നിത്യജീവന്റെ പങ്കാളിയാക്കുവാനാണ്. ഒരു സാധാരണ മനുഷ്യനായി അവസാനിപ്പിക്കാനല്ല, ഒരു ദൈവ പൈതലാക്കി തീർക്കുവാൻ. ടു ചേഞ്ച് യു ഫ്രം എ മാൻ ടു എ മാൻ ഓഫ് ഗോഡ്. ചേഞ്ച് യു ഫ്രം എ മാൻ ടു എ മാൻ ഓഫ് ഗോഡ്. ഒരു മനുഷ്യനിൽ നിന്ന് ദൈവ മനുഷ്യനാക്കി മാറ്റുവാനാണ് ദൈവം നിന്റെ ഭാരത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. ദൈവ പുരുഷനായി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. നിന്റെ ഭാരം, നിന്റെ വേദന, നിന്റെ രോഗം, നിന്റെ പാപം ഇതെല്ലാം ദൈവം എടുത്തു മാറ്റി ദൈവം നിന്നെ ദൈവപുരുഷനാക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 14. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യം. യേശു പറഞ്ഞൊരു ഉപമയാണ്. ആ ഉപമയിൽ എന്താ കാണുന്നതെന്നറിയാമോ? ഒരു മനുഷ്യൻ വിത്ത് വിതറി ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വചനം. എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു ദാറ്റ്? അത് ചെറിയ ചില ഭാഗങ്ങൾ, ആ വിത്തുകൾ മുള്ളിനിടയിൽ വീണു. കേൾക്കുന്നവരെങ്കിലും ചിന്തനങ്ങളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി ഫലം കൊടുക്കാതെ അങ്ങ് പോയി. Daily cares. Can you read that for me in English? Yeah. These are the ones who hear. ഇവരെല്ലാ ഞായറാഴ്ചയും ദൈവവചനം കേൾക്കും. എവ്രി സൺഡേ ഫെയ്ത്ത്ഫുള്ളി അവർ കേൾക്കും. കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിത്ത് വീഴുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവർ തിരിച്ച് തിങ്കളാഴ്ച തൊട്ട് വഴിയിൽ കൂടെ പോകുമ്പോൾ ജീവിതത്തിന്റെ അധ്വാനവും ഭാരവും അതിനെ ഞെരുക്കി, ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ അതിനെ ഞെരുക്കി. വേറൊരു ട്രാൻസ്ലേഷനിൽ അധിക സംസാരം അതിനെ ഞെരുക്കി ദൈവവചനത്തെ നിന്റെ ഇടയ്ക്കെന്ന് മാറ്റിക്കളയുകയാണ്. Praise the Lord. Hallelujah. Hallelujah. How God's word becomes ineffective, which has taken a root in your life. നിന്റെ ജീവിതത്തിൽ വീണ ആ വിത്ത് ജീവിതത്തിൽ ഫലം കായ്ക്കാതെ നഷ്ടപ്പെടുത്തുന്നത് പിശാച് ഭാരമിട്ട് ഞെരുക്കിയിട്ടാണ്. ആലോചനകൾ, ചിന്തകൾ ഇട്ട് ഞെരുക്കിയിട്ടാണ്. ഇന്ന് കേൾക്കുന്ന വചനം നിന്റെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ, നാളെ തൊട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, വിട്ടുമാറാതെ ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, എന്നെ പുലർത്തുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് എല്ലാ ദിവസവും ഓർക്കാൻ, ഞായറാഴ്ച മാത്രമല്ല, പ്രശ്നങ്ങളുടെ മധ്യയെ ഓർക്കുവാൻ, തിരമാലകളുടെ മധ്യയെ ഓർക്കുവാൻ, ബുദ്ധിമുട്ടുകളുടെ മധ്യയെ ഓർക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവവചനത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് ആകുല ചിന്തകൾ. ഡെയിലി കെയർസ്, എവ്രി ഡേ സംതിങ് ന്യൂ. അതിനെ മാറ്റുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഐസായ ചാപ്റ്റർ 46 വേഴ്സ് 4. ഏശയ്യാ പ്രവചനം 46 അധ്യായം അതിൻ്റെ 4 വാക്യം. ഐസായ 46 വേഴ്സ് 4. എപ്പോഴാണ് ചുമക്കുന്നത്? നരയ്ക്കുവോളം നിന്നെ. ഐ വിൽ ക്യാരി യു ആൻഡ് ഡെലിവർ യു ഈവൻ ഇൻ യുവർ ലേറ്റർ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നിന്റെ തലമുടി നരച്ചാലും ഞാൻ നിന്നെ ചുമക്കാമെന്ന്. ഇന്ന് തലമുടി നരച്ച ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ട്, പേടിക്കണ്ട. ദൈവം നിന്നെ ചെറുപ്പത്തിൽ മാത്രമല്ല ചുമക്കുന്നത്, തലമുടി നരച്ചാലും നിന്നെ ചുമക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ആരോഗ്യവും ശക്തിയും സൗന്ദര്യവും ഒക്കെ ഉള്ളപ്പം ഭർത്താക്കന്മാർ ചിലപ്പോൾ ഭാര്യമാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അതെല്ലാം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത്ര വലിയ നോട്ടം ഉണ്ടായെന്ന് വരില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ആണുങ്ങൾക്കും അങ്ങനെയാകാം, അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകാം. എനിബഡി, എസ്പെഷ്യലി മദർ ഇൻ ലോസ്, ഫാദർ ഇൻ ലോസ്, വീട്ടിൽ നിൽക്കുന്ന അമ്മായിയമ്മമാർ, അമ്മായിയപ്പന്മാർ, പ്രായമുള്ളവർ, അവരെ നോട്ടം പോയെന്ന് വരാം, മക്കളുടെ നോട്ടം പോയെന്ന് വരാം, മരുമക്കളുടെ നോട്ടം പോയെന്ന് വരാം. പക്ഷെ നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര ക്ഷീണിച്ചാലും, എത്ര പ്രായം വന്നാലും, ആരൊക്കെ കൈവിട്ടാലും, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെ എതിരായിട്ട് വന്നാലും, ആർക്കും വേണ്ട എന്ന് വന്നാലും നിന്നെ ചുമക്കുന്ന ദൈവം ജീവിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ ഓൾഡ് ഏജ് ഹോം പണ്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പിള്ളേർക്ക് സമയമില്ല അപ്പനെ അമ്മയും നോക്കാൻ. അപ്പോൾ പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈവിടുന്ന ഒരു സ്വഭാവം. ഇത് ഈ ഓൾഡ് ഏജ് ഹോം നല്ലതാണോ തെറ്റാണോ എന്നുള്ള എൻ്റെ ഡിസ്കഷനല്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മക്കളും കൈവിടുന്ന ഒരു സമയം വരാം. പ്രൈസ് ദി ലോർഡ്. വേറൊരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ മക്കൾ കൈവിടുന്നതിൻ്റെ വേറൊരു കാരണം, മക്കൾ ചെറുപ്പമായിരുന്നപ്പോൾ ഇവർക്ക് സമയമില്ലായിരുന്നു, ഇവർ ജോലി നടക്കുകയായിരുന്നു. മക്കളുമായിട്ടുള്ളൊരു ബന്ധം ഇവരുണ്ടാക്കിയിട്ടിരുന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിടുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് സൈഡും ഉണ്ട് അതിന്. പ്രൈസ് ദി ലോർഡ്. കൊച്ചുമക്കൾ വീട്ടിൽ നിൽക്കുമ്പോൾ, കുടുംബത്തിൽ നിൽക്കുമ്പോൾ, മുഴുവൻ സമയവും ജോലിയിൽ ബന്ധപ്പെട്ട് ഓടുന്ന സഹോദര, നിന്റെ ജോലിയിൽ നിന്ന് കുറച്ച് സമയമെടുത്ത് മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചെങ്കിൽ മാത്രമേ നീ പ്രായമാകുമ്പോൾ മക്കൾക്ക് നിന്നോട് ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയണു, തല നരയ്ക്കുമ്പോഴും ഞാൻ നിന്നെ ചുമക്കാം. At every stage of your life, at every age of your life, my God is sufficient to carry you. ഫുൾ ഗ്യാരണ്ടിയാണ്. നിന്റെ സൗന്ദര്യം നോക്കാതെ, നിന്റെ ആരോഗ്യം നോക്കാതെ, നിന്റെ നര നോക്കാതെ, നിന്റെ ജീവിത സൗകര്യം നോക്കാതെ നിന്നെ താങ്ങുന്ന ദൈവം. ലോകത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് ചെറുപ്പക്കാരെയാണ്, യുവാക്കന്മാരെയാണ്. രാഷ്ട്രീയക്കാർക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ അവരെയാണ് നോട്ടം. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഒരു കസാര കൊടുത്ത് സൈഡിൽ ഇരുത്തത്തേ ഉള്ളൂ. സ്വർഗരാജ്യത്തിൽ അങ്ങനെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനെ, മോശയെ, എലീശയെ തെരഞ്ഞെടുത്ത ദൈവം അവരുടെ അവസാന നിമിഷം വരെയും അവരിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മരണക്കിടക്കയിൽ കിടന്ന പ്രവാചകന്റെ വാക്കുകൊണ്ട് ശത്രുവിനെ ജയിപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചിരുന്നു. നിന്റെ അവസാന നിമിഷം വരെയും നിന്നെ ഉപയോഗിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്റെ കൂടെ നിൽക്കുവാൻ, നിന്നെ ചുമക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിക്കാം അതിൻ്റെ പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 15 വാക്യം. എക്സഡസ് ചാപ്റ്റർ 33 വേഴ്സ് 15. എക്സഡസ് 33:15. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുതേ. മോശ ദൈവത്തോട് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. വേറൊരു ട്രാൻസ്ലേഷനിൽ ഞാനിങ്ങനെയാണ് വായിച്ചത്, ഇഫ് യുവർ പ്രസൻസ് ഡസ് നോട്ട് ഗോ വിത്ത് അസ്, ഡു നോട്ട് ക്യാരി അസ് ഓൺവേർഡ്സ്. ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടു നടക്കരുതേ. അപ്പം ദൈവമായിരുന്നു ഇസ്രയേലിനെ വിടുവിച്ചെങ്കിൽ, മിസ്രൈമിൽ നിന്ന് ഇറക്കിയത് ദൈവമായിരുന്നെങ്കിൽ, ഹി വാസ് ദ വൺ ഹു വാസ് ക്യാരിയിങ് ദം എവ്രി ഡേ. ഇൻ ഡ്യൂട്രോണമി വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, അവർ പോയി പാളയം ഇറങ്ങേണ്ട സ്ഥലം വരെ ദൈവം ആദ്യമേ പോയി കണ്ടുപിടിച്ചിരുന്നു. ഹല്ലേലൂയ. നാളെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ, ഏത് പ്രശ്നം വരുന്നോ, അതിൻ്റെ ഉത്തരം വരുന്നതിന് മുമ്പേ ദൈവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
നിന്റെ പ്രശ്നങ്ങൾ നീ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കണ്ടുപിടിച്ച് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്ന ദൈവം ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ നീ എന്താകണം, 10 വർഷം കഴിഞ്ഞ് എന്താകണം എന്ന് ചിന്തിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ തൃശ്ശൂർ ഇന്നായിരിക്കുന്ന ദൈവത്തിന്റെ പൂർണ്ണഹിതമാണെന്ന് എനിക്കറിയാം. I know that I am in Thrissur by God's perfect will. How many of you know that you are in Thrissur by God's perfect will? നിങ്ങൾ കേരളത്തിൽ, ലോകത്തിൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്നായിരിക്കുന്നോ അവിടെ ആയിരിക്കുന്ന ദൈവിക നിശ്ചയപ്രകാരമാണെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ നിശ്ചയമില്ലാത്തൊരു സ്ഥലത്ത് നീ ആണെങ്കിൽ ഭയങ്കര ഗതികേടാണ്, ഒരു കാര്യവും നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവ സാന്നിധ്യം കൂടെ വരാത്ത ഒരു സ്ഥലത്തേക്ക് നീ പോകരുത്. Moses was praying to God, Lord, carry us not to a place where your presence will not come. നിന്റെ സാന്നിധ്യം വരാത്ത ഒരു സ്ഥലത്തേക്കും എന്നെ കൊണ്ടുപോകരുതേ. രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് can you pray this prayer? Lord, lead me not to a place where your presence will never come. നിന്റെ സാന്നിധ്യം വരാത്ത ഒരു സ്ഥലത്തേക്കും നീ എന്നെ കൊണ്ടുപോകരുതേ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും എൻ്റെ വായിൽ വരരുതേ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വരരുതേ. ദൈവമേ, നിനക്ക് പ്രസാദമല്ലാത്ത ഒരു പ്രവൃത്തിയും എൻ്റെ കൈകൊണ്ട് ചെയ്യുവാൻ നീ അനുവാദം തരരുതേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ നീ എന്നെ കൊണ്ടുപോകാവൂ. നിന്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുവാൻ എനിക്ക് ഭാഗ്യം തരുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. God will prepare your ways ahead of time. നിന്റെ വഴികൾ സമയത്തിന് മുമ്പ് തന്നെ ഒരുക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏഷ്യൻ ഗെയിംസിന് അവസാന നിമിഷമാണ് എല്ലാം നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഈയിടെ ഉണ്ടായിരുന്ന, ഡൽഹിയിലുണ്ടായിരുന്ന ഒരു ഗെയിംസിന് ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു പാലം, ഓവർ ബ്രിഡ്ജ് പണിയുന്നത് മിലിറ്ററിക്കാർ വന്ന്. ക്യാൻ യു ഇമാജിൻ? Over all these constructions happen in the last minute, but God builds everything early in time. നിനക്ക് വേണ്ടി ദൈവം എല്ലാ പദ്ധതിയും നേരത്തെ ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നിന്നെ ഇറക്കി വെക്കുമ്പോൾ ഇറക്കാത്ത ദൈവം. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ചുമട് താങ്ങി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. വഴിയിലെല്ലാം ഇങ്ങനെ അത്താണി സാധനം കൊണ്ട് വെക്കാൻ. ഇൻഫാക്ട് ചില സ്ഥലത്തിൻ്റെ പേര് തന്നെ അത്താണി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 24 മണിക്കൂറും അത്താണിയായിട്ട് നിന്റെ കൂടെ നടക്കുന്ന ദൈവം. ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വെക്കുന്നതല്ല, 24 മണിക്കൂറും നാൾ തോറും നിന്റെ ഭാരങ്ങൾ ചുമക്കുന്നവൻ. ഹല്ലേലൂയ. പലരും അവരുടെ ഭാരം ഇടയ്ക്കിടയ്ക്കാണ് ദൈവത്തിൻ്റെ കൈ കൊടുക്കുന്നത്. ഇടയ്ക്കൊരു ചുമട് താങ്ങി വരെ കുറച്ചൊക്കെ ഞാൻ കൊണ്ട് നോക്കട്ടെ, ലെറ്റ് മീ ട്രൈ ലിറ്റിൽ ബിറ്റ്സ്. തണ്ട് വലിച്ച് വലഞ്ഞ് മുങ്ങാറായ ശിഷ്യന്മാർ ആദ്യം യേശുവിനെ ഉണർത്തിയില്ല. മുങ്ങാറായപ്പോഴാണ്, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിരോധമില്ലയോ, നിനക്ക് പ്രയാസമില്ലയോ, നീ ചിന്തിക്കുന്നില്ലയോ, നീ അറിയുന്നില്ലയോ? Only in the last minute you wake up God. No, share your problems initially with Him. Share your fears initially with Him. Share your worries initially with Him. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങളുടെ സകല ഭാരവും ദുഃഖവും ദൈവത്തിൻ്റെ കൈ കൊടുത്തോണ്ട്, കർത്താവേ, ഇതെനിക്ക് ചുമക്കാൻ പറ്റുന്നില്ല, this is too much, I cannot take it, I cannot bear it anymore, you carry it for me എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നാൾതോറും നിന്റെ ഭാരത്തെ ചുമക്കാൻ പോകുകയാണ്. ഒരിക്കലും വിട്ടുമാറാതെ അവൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരുവാൻ പോകുകയാണ്. The continuing presence of God. Experience 24/7 unchanging presence of God with you. തുടർന്ന് നമുക്ക് വായിക്കാം Numbers 11:12. No, not that one. Numbers 11:12. അത് മോശ കരഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ആ ആ ഇത് മോശ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. ഒരു നേതാവ് കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. ഈ പിറുപിറുപ്പും ജനത്തിൻ്റെ രീതിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വഭാവവും ഒക്കെ കണ്ടപ്പം മോശ മടുത്തുപോയി. ഏത് നേതാവും ഏത് ശുശ്രൂഷകനും ചിലപ്പം ജനത്തിൻ്റെ ബുദ്ധിമുട്ടും സംസാരവും ഇടപാടും കണ്ടു കഴിഞ്ഞാൽ മടുത്തു പോകാം. പക്ഷെ ദൈവം മടുത്തില്ല. ഇസ്രയേലിൻ്റെ പിറുപിറുപ്പും
ഇസ്രായേലിന്റെ സ്വഭാവവും ഇസ്രായേലിന്റെ സംസാരവും ഇസ്രായേലിന്റെ ഇടപാടും കണ്ടപ്പോൾ ഇസ്രായേലിനെ കൊണ്ടു നടന്ന പ്രവാചകനായ മോശ മടുത്തുപോയി. പക്ഷെങ്കിൽ സൃഷ്ടിതാവും അടുത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവൻ കാൽവറിയിൽ തന്ന യേശു നിന്നെ നരക്കോളം ചുമക്കും. നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത സർവശക്തനായ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. ലോകത്തിൽ ആര് നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. 11:30 നമ്മൾ ആദ്യം വായിച്ചത്. 11:28 വാക്യം വായിക്കാം. മാത്യു 11:28. വായിച്ചോ. Yes, come to me all those who are tired in carrying heavy loads. Why did I read this again? ഭാരം ചുമക്കുന്നവരെല്ലാം എൻ്റെ അടുക്ക വരാൻ പറഞ്ഞാൽ ആരും കാണുകയില്ല. The word used is tired of carrying heavy loads. ഭാരം ചുമന്ന് മടുത്തവർ എൻ്റെ അടുക്കൽ വരിക. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരിക. എൻ്റെ അടുക്ക വെള്ളമുണ്ട്, കുടിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം വരാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞത് എന്താ? ദാഹിക്കുന്ന ഏവനും. പരിശുദ്ധാത്മാവ് ദാഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ജീവിച്ചു മടുത്ത ഏവനും എൻ്റെ അടുക്കൽ വരിക. ഭാരം ചുമന്ന് മതിയായവൻ ഇവിടെ വരിക. അവന്റെ ഭാരമാണ് ഞാൻ ചുമക്കാൻ പോകുന്നത്. നാളെ നിനക്ക് ഇതുപോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ സിറ്റുവേഷൻ, God is unable to change anything for you unless until you surrender. നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നീ സമർപ്പിക്കുന്നില്ല എങ്കിൽ, നിന്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ ഇന്ന് നടക്കുന്നത് പോലെ നടക്കും. അതുകൊണ്ടാണ് പല സുവിശേഷം കേട്ടിട്ടും ഒത്തിരി പ്രസംഗം കേട്ടിട്ടും പിന്നെ ആൾക്കാർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. മടുത്തു പോയവര്, ചുമന്നു മടുത്തവർ, ഇത് മതി കർത്താവേ എന്ന് പറയുന്നവർ, they will give it to God. ദാഹിക്കുന്നവന് മാത്രമേ ദൈവത്തിങ്കിൽ നിന്ന് കുടിക്കുവാൻ പറ്റുകയുള്ളൂ. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വെള്ളം കുടിക്കാൻ എൻ്റെ കയ്യിൽ കുറെ വെള്ളമുണ്ട്, കുടിക്കാൻ ഉള്ളവരും വരാനല്ല പറഞ്ഞത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അധ്വാനിച്ച് ക്ഷീണിച്ചവൻ, those who are weary of life, tired of life, മടുത്തു, ഇനി മതി, എൻ്റെ ജീവിതം മതി എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തരുവാൻ, a new beginning, ഒരു പുതിയ തുടക്കം തരുവാൻ, നിന്റെ സാഹചര്യത്തിൽ ഒരു വ്യത്യാസം തരുവാൻ, നിന്റെ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നിന്റെ കൈ പിടിച്ച് വിടിവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. Hallelujah. Hallelujah. Many years back I joined a hospital. ഞാൻ ഒരു ആശുപത്രി ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് ആദ്യമായിട്ട് തന്ന എൻ്റെ RMO MBBS കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ വ്യക്തിയായിരുന്നു. 5 years after MBBS. He said, I tried for 5 years. There is no use. I will not get anywhere. ഇനിയും PGക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. I said, you work with me. അവൻ എൻ്റെ കൂടെ 1.5-2 വർഷം വർക്ക് ചെയ്തു. ഇന്ന് അവൻ ന്യൂറോ സർജനാണ്. Praise the Lord. ഹല്ലേലൂയ. എല്ലാ ആശയം അറ്റിരുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ന്യൂറോ സർജറിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഒരാശ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഇന്ന് രാത്രി നീ അടച്ചു വച്ചിരിക്കുന്ന ചില അധ്യായങ്ങൾ തുറന്നെഴുതുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇത് മേലാൽ നേരെയാകില്ല എന്ന് പറഞ്ഞ് നീ മാറ്റി വച്ചിരിക്കുന്ന ചില ജീവിത അനുഭവങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മടുത്തുപോയ സഹോദര, നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം ഇറങ്ങി വരുമാറാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 38:4. എന്തുകൊണ്ടാണ് പലർക്കും ഭാരം തോന്നുന്നത്? Why is that many people feel tired? സങ്കീർത്തനം എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് എ സിൻ, ഇറ്റ് ഈസ് യുവർ ഇനിക്വിറ്റി. ദൈവത്തോട് നീ ചെയ്തിരിക്കുന്ന തെറ്റുകളാണ് നിന്റെ ജീവിതത്തിൽ ഭാരമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാകുന്നത്. നെഞ്ച് എപ്പോഴും ഇങ്ങനെ പിടിച്ച് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും പ്രയാസമാണ്. ഉള്ളിൽ പ്രയാസമാണെങ്കിൽ എല്ലാവരോടും പ്രയാസമായിരിക്കും വെളിയിൽ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്തോഷമുള്ള മനുഷ്യന് എല്ലാവരോടും സന്തോഷമായിരിക്കും. മനസ്സിൽ ഭാരമില്ലാത്തവൻ എപ്പോഴും സന്തോഷത്തോടെ നടക്കും.
പ്രൈസ് ദി ലോർഡ്. ഉള്ളു മുഴുവൻ പാപത്താൽ ഞെരുങ്ങിയിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന ലംഘനത്താൽ നിന്റെ ജീവിതം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഭാരമാണ്. You are heavy hearted tonight is because you are disobeying God. ദൈവത്തിന്റെ കൽപ്പനക്കെതിരായി നീ ഓടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഭാരം ഞെരങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് വിട്ടുമാറി ദൈവ കൽപ്പനയ്ക്ക് ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവേക്ക് പോകാൻ പറഞ്ഞ യോന തർശീശിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര നല്ലവണ്ണം ഉറങ്ങിയാലും കൊടുങ്കാറ്റുണ്ടാകും, അവൻ നിനവേയിലെത്തിയേ പറ്റുകയുള്ളൂ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെതിരായി നിനക്ക് ഓടുവാൻ സാധിക്കില്ല സഹോദര. ദൈവം നിന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമാകുന്ന യേശുവെ നോക്കിക്കഴിഞ്ഞാൽ അവൻ നിന്നെ നിത്യതയിലേക്ക് എത്തിക്കും. നിന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ അവൻ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി കരയുന്ന ഒത്തിരി മാതാപിതാക്കന്മാരുണ്ട്. ചില സമയത്ത് അവരെ മക്കൾ കേട്ടെന്ന് വിചാരിക്കില്ല. They may not obey. You may think that everything is over. പക്ഷെ നിന്റെ പ്രാർത്ഥനയുടെ ഓരോ കണ്ണുനീരും ദൈവത്തിന്റെ തുരുത്തിയിൽ വീണ് കിടപ്പുണ്ടെന്നും അതിന് കണക്കുണ്ടെന്നും അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്നും നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മകനെ ദൈവം നേരെയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി കരയുന്ന സഹോദര സഹോദരി, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ ഓരോ പ്രാർത്ഥനയും, നിന്റെ കണ്ണുനീരിന്റെ ഓരോ ഡ്രോപ്പും ദൈവത്തിന്റെ തുരുത്തിയിലുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ത്യയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി പേരുണ്ട്. 60% ഓഫ് ദ പീപ്പിൾ ആർ വിത്തൗട്ട് ചിൽഡ്രൻ. ഒത്തിരി കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു ജീവിതം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മക്കൾ ദൈവം തരുന്ന ദാനമാണ്. ഹല്ലേലൂയ. നിന്റെ നിർജീവമായിരിക്കുന്ന നിന്റെ ജീവിതം, ജീവനില്ലാത്ത നിന്റെ അവസ്ഥ, നിന്റെ ഭാര്യയുടെ അവസ്ഥ ദൈവം ഇന്ന് രാത്രി കടാക്ഷിച്ചു കഴിഞ്ഞാൽ മരുന്നിനും മെഡിസിനും ട്രീറ്റ്മെന്റിനും ചെയ്യാൻ കഴിയാത്ത ഒരത്ഭുതം 2014-13 ദൈവം നിന്റെ ജീവിതത്തിൽ തരുമാറാകട്ടെ. 1-2 വർഷങ്ങൾക്കുള്ളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്കൊരു കുഞ്ഞിനെ തന്നു എന്ന് പറയുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ശമൂവേലിനെ കൊടുത്ത ദൈവം, ഹന്നായുടെ കണ്ണുനീരിനെ മാറ്റിയ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാഹേലിന്റെ കണ്ണുനീരിനെ മാറ്റിയ ദൈവം. God has answered the prayers of many barren people and God had given them children. ദൈവം നിങ്ങൾക്കും കുഞ്ഞുങ്ങളെ തരുമാറാകട്ടെ. മക്കൾ ദൈവം തരുന്ന ദാനമാണ്. അതുകൊണ്ട് മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ എന്നോടുകൂടെ ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാരമാണ് നിന്നെ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് എനിക്കൊരു തലമുറ കാണാൻ സാധിക്കാത്തത്? പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ നിർജീവമായിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തുടർന്ന് മുമ്പോട്ട് പോകട്ടെ. 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഐസായ ചാപ്റ്റർ 40 വേഴ്സ് 11. ഏഷ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യേശുവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് റിട്ടൺ പ്രോഫസി അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഐസായ 40 വേഴ്സ് 11. ഒരിടയനെ പോലെ അവൻ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കും. യേശു ദൈവത്തിൻ്റെ പുത്രൻ ഒരിടയനെ പോലെ ദൈവമക്കളെ മുമ്പോട്ട് കൊണ്ടുപോകും. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത്, ഹല്ലേലൂയ, നടക്കാൻ വയ്യാത്തതിനെയൊക്കെ പൊക്കിയെടുക്കുമെന്ന് ചേർത്ത് വഹിക്കുകയും തള്ള ഗർഭിണികളായിരിക്കുന്നതിനെ പെതുക്കെ നടത്തുകയും ചെയ്യും. വാട്ട് എ വണ്ടർഫുൾ പ്രോമിസ്, വാട്ട് എ ഗ്രേറ്റ് പ്രോഫസി അബൌട്ട് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വലിയ അത്ഭുതത്തിൻ്റെ പ്രവചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല വാക്കുകളാണ്. ഒരു വലിയ വിലയേറിയ ദൈവദാസൻ വർഷങ്ങൾ സുവിശേഷ വേലയിൽ അധ്വാനിച്ച ശേഷം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മടങ്ങി വീട്ടിൽ വന്ന് ദൈവം തൻ്റെ ശുശ്രൂഷയുടെ പല കാലഘട്ടങ്ങൾ ഒരു വെളിപാടിൽ കൂടെ തനിക്ക് കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയാമോ? ഒരു കടൽ തീരത്തുള്ള ഒരു പാദങ്ങളായിട്ടാണ് കാണിച്ചത്. തൻ്റെ പാദവും കാണാം, ദൈവത്തിൻ്റെ പാദവും കാണാം. ചില ഭാഗത്ത് വരുമ്പോൾ
ഒരു പെയർ മാത്രമേ ഉള്ളൂ. നോട്ട് 2 pairs, നോട്ട് 4 footprints. The story is called the footprints of the sand. പല ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഒരു പെയർ മാത്രമേ കാണുന്നുള്ളൂ, 2 പേരില്ല. അപ്പൊ ഈ മനുഷ്യന് സംശയം തോന്നി, why only one? Sometimes God is not with me. Why I am alone? Only one pair is there. അപ്പൊ ദൈവത്തോട് ചോദിച്ചു, ആ ഭാഗം ഏതാണ്? നോക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള സമയങ്ങളാണ്. അപ്പൊ ഈ മനുഷ്യന് ഭയങ്കര പ്രയാസമായി. He said, Lord Jesus, യേശുവേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള സമയത്ത് നിന്റെ കാൽപാദങ്ങൾ ഞാൻ കണ്ടില്ലല്ലോ, എൻ്റെ 2 പാദമേ കണ്ടോളല്ലോ. Why is this that I see only 2 footprints, 1 pair? God spoke to him and said, Son, that was the time I carried you. ആ സമയത്ത് മറ്റ് 2 പാദങ്ങളുടെ നിഴൽ നീ കാണാത്തതിൻ്റെ കാര്യം, ആ സമയത്ത് ഞാൻ നിന്നെ ചുമന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ വേദനകളിൽ ചുമക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചില ജീവിതങ്ങളോട് ശക്തമേറിയ രീതിയിൽ പറയുവാനുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു അത്ര നല്ല ഇടയനാണ്. യേശു നല്ല ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ തന്ന ഇടയനാണ്. ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. ആടുകളുടെ മുമ്പായി നടക്കുന്ന ഇടയനാണ്. കുഞ്ഞാടുകളെ ചുമക്കുന്ന ഇടയനാണ്. തള്ളയാടുകളെ മെല്ലെ നടത്തുന്ന ഇടയനാണ്. നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാതെ, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, നിന്റെ ബുദ്ധിമുട്ടിൽ ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം അറ്റുപോകുന്ന ഈ ലോകത്തിൽ, സഹായങ്ങൾ ഇല്ലാതിരിക്കുന്ന ഈ ലോകത്തിൽ, മറ്റൊരു വ്യക്തി ഒരു വ്യക്തിയെ സഹായിക്കാൻ തുനിയാതിരിക്കുമ്പോൾ, തൊട്ട അയൽവാസിയുടെ വീട്ടിൽ കള്ളം കയറിയ ലൈറ്റ് പോലും ഇടാൻ മടിക്കുന്ന ഈ ലോകത്തിൽ, നിന്റെ കുടുംബത്തിന്റെ മധ്യത്തിലുള്ള പ്രശ്നത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഒരു സ്വർഗമുണ്ട്. ഒരു ദൈവം ജീവിക്കുന്നു. അവൻ നാൾതോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുന്നു. Every day he will carry your burden. നാൾതോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ. ഹല്ലേലൂയ. ആ നല്ല ഇടയന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ആ നല്ല ഇടയന്റെ കയ്യിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ആ നല്ല ഇടയന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മെ നടത്തും. ഒരു കാര്യം ഞാൻ വായിക്കട്ടെ. എക്ലീസിയാസ്റ്റിക് ചാപ്റ്റർ 1 വേഴ്സ് 8. സഭാപ്രസംഗി 1:8 വാക്യം. എക്ലീസിയാസ്റ്റിക് chapter 1 verse 8. All things are full of labor. Man cannot express it. The eye is not satisfied with seeing, nor the ear filled with hearing. മനുഷ്യൻ മലയാളത്തിൽ വായിച്ചോ. എക്ലീസിയാസ്റ്റിക് സഭാപ്രസംഗി 1:8. ആ ആ ആ ആ. എല്ലാ അധ്വാനവും വൃഥാവാണ്. പുതിയതായി സൂര്യന്റെ കീഴിൽ ഒന്നുമില്ല എന്നും എല്ലാം സംഭവിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നും ജീവിതം ഒരു മായ ആണെന്നും സഭാപ്രസംഗി ഇവിടെ എഴുതുകയാണ്. 2:22. സകല പ്രയത്നം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? ഇത് വായിച്ചിട്ട് നാളെ പോയി പിന്നെയും പട്ടിയെ പോലെ പണിയും. പണിയണ്ടെന്നല്ല, ജോലിക്ക് പോകണ്ടെന്നല്ല, സുഖിച്ച് വായി നോക്കി നടക്കണമെന്നല്ല, ആവശ്യമില്ലാത്ത പണികൾ. പഴയ നിയമത്തിൽ ദൈവം സാബത്ത് കൊടുത്തിരുന്നു, ഒരു ദിവസം വെറുതെ ഇരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഏതായാലും പാർട്ടിക്കാർ കുറേ സാബത്ത് ഇടയ്ക്ക് കൊടുക്കുന്നില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പണിമുടക്ക് അതൊരു ഭാഗ്യമായി മാറുന്ന, പ്രാർത്ഥനയ്ക്ക് ദൈവം മനുഷ്യർക്ക് അവസരം കൊടുക്കുന്ന ശാപതായി മാറുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യന്റെ പുരുഷന്റെ അധ്വാനത്തിൽ ആ വാക്യം വായിച്ച് 22 വായിച്ച്. Their work is a vexation. ഉറക്കത്തിൽ പോലും അവര് ഉറങ്ങുന്നില്ല ചൊവ്വേ. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കിടന്നപ്പോൾ
ഞാൻ ഉറക്കത്തിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചെങ്കിൽ അദ്ദേഹം ബ്രിക്ക് കട്ട ഉണ്ടാക്കുന്നതിൻ്റെ എണ്ണവും സിമെന്റിന്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മനസ്സ് മുഴുവൻ ആ ജോലിയെക്കുറിച്ചാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തിൽ പോലും നിനക്ക് ചൊവ്വേ ഉറങ്ങാൻ പറ്റുന്നില്ല. വേഗം 2-3 വാക്കുകൾ മലയാളത്തിൽ വായിച്ചോ. 23, 24. അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരമാണ്. ജീവിതമാണ് ഒരു കഷ്ടപ്പാട് എന്ന് ചിന്തിക്കുന്ന സഹോദര, കഷ്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല ദൈവം ഉണ്ടാക്കിയത്. പരീസയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് അവിടെ മുഴുവൻ അധ്വാനിച്ച് നശിക്കുവാനല്ല, അവിടുത്തെ നന്മ അനുഭവിക്കാൻ കൂടിയാണ്. അടുത്ത വാക്യം വായിച്ചു. ഇല്ല, അടുത്ത വാക്യം. അതും മായത്രേ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വാക്യം 2 അണ്ടർലൈൻ ചെയ്യണം. തിന്നു കുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് വേറൊരു നന്മയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കണം, കുടിക്കണം, തിന്നണം. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഒക്കെ കൂടുന്നത്, ഹോട്ടലുകളുടെ എണ്ണം കൂടുന്നത്. വീട്ടിൽ തിന്നത് പോരാഞ്ഞിട്ട് വെളിയിൽ പോയി കഴിക്കണം. എപ്പോഴും തിന്നണം, 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 കുടിക്കണം, ഉറങ്ങണം. അതിനുവേണ്ടി കുറെ കാശ് ഉണ്ടാക്കണം. ഇത് തന്നെയാണ് മനുഷ്യന്റെ എല്ലാവരുടെയും ചിന്ത. എവ്രിബഡി ഈസ് മോട്ടിവേറ്റഡ് ടു ഹാവ് എ ഗുഡ് ലൈഫ്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് എ ഗുഡ് ലൈഫ്. ഞാൻ അതെതിരല്ല പറയുന്നത്. പക്ഷെ അതൊരു മായയാണ്. ഇറ്റ് ഈസ് ഇൻ വെയിൻ. ഇനി എന്താണ് കേൾക്കേണ്ടത്? ഗോഡ് ഹാസ് എ മിസ്റ്ററി ഫോർ യു. ഗോഡ് ഹാസ് സംതിങ് സ്പെഷ്യൽ ഫോർ യു. അടുത്ത വാക്യം വായിച്ചോ. ദൈവം നിനക്ക് അനുവദിച്ചെങ്കിൽ മാത്രമേ കുടിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ നൽകിയിട്ടല്ലാതെ ആര് ഭക്ഷിക്കും? ആരനുഭവിക്കും? ഒരു നിമിഷം. വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേഷ്യൻസ് എനിക്കുണ്ട്. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അവർക്ക് കുടിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ടല്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വിശപ്പില്ല. വിശപ്പിന് വല്ലതും മരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. തലവേദനയ്ക്ക് മരുന്നുണ്ടോ എന്ന് ചോദിച്ച പോലെ. ദേ ആർ അണേബിൾ ടു ഈറ്റ്. ദൈവം വെച്ചിരിക്കുന്ന ആഹാരം സന്തോഷത്തോടെ കഴിക്കാൻ യോഗ്യമില്ലാതെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദൈവം അനുവദിച്ചെങ്കിലേ ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. ഒരു ദൈവ പൈതൽ കഴിക്കുന്ന കണ്ടാൽ 2 പേര് കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ സ്വോത്രം പറയുന്ന കണ്ടു കഴിഞ്ഞാൽ 2 പേര് സ്വോത്രം പറയും. ഒരു ദൈവ പൈതൽ ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് തോന്നും. എന്തുകൊണ്ടെന്നാൽ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സംതൃപ്തിയുണ്ട്. Godliness with the contentment is the greatest gain. തിമോത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, Godliness with contentment is the greatest gain. ഹല്ലേലൂയ. യഹോവ ഭക്തിയോടുള്ള അലംഭാവം വളരെ വലുതാണ്. To be content in what God has given you. ദൈവം തന്നിട്ടല്ലാതെ ആരും അനുഭവിക്കുകയില്ല. ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ യോഗം വേണം. അനുഭവിക്കാനുള്ള യോഗം ദൈവമാണ് തരുന്നത്. മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, അവരുടെ സ്നേഹം അനുഭവിക്കാൻ യോഗം വേണം. ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള യോഗം വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തരുമാറാകട്ടെ, വഴികളെ തുറക്കുമാറാകട്ടെ. അനുഭവിക്കുവാൻ, അനുഗ്രഹം കാണുവാൻ മാത്രമല്ല, അനുഗ്രഹം അനുഭവിപ്പാൻ ഭാഗ്യം തരുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിലെ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളം അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് യോഗം തരുമാറാകട്ടെ. അടുത്ത വാക്യമാണ് മെയിൻ വിഷയം. ശ്രദ്ധിച്ചു കേട്ടോളൂ. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും പണവും സ്ഥാനവും മാനവും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജ്ഞാനവും അറിവും. ദൈവം പ്രസാദിക്കുന്ന മനുഷ്യന് 3 കാര്യമാണ് കൊടുക്കുന്നത്: ജ്ഞാനം, അറിവ്, സന്തോഷം. നമുക്ക് വേണ്ടി എന്താണ്? പണം, സ്ഥാനം, മാനം. ദൈവം കൊടുക്കുന്നത് ജ്ഞാനം, അറിവ്, സന്തോഷം. ജ്ഞാനം, അറിവ്, സന്തോഷം. ഇത് പ്രാപിച്ചെടുക്കുവാൻ ദൈവമക്കളെ നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ലോകത്തിന്റെ സന്തോഷമല്ല, ലോകം തരുന്ന സന്തോഷമല്ല, ദൈവം തരുന്ന സന്തോഷം. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. ഹല്ലേലൂയ. ദൈവികമായ സന്തോഷത്താൽ നമ്മുടെ ഹൃദയം നിറയുമാറാകട്ടെ. ഇനിയും അടുത്ത വാക്യമാണ് ഏറ്റവും സന്തോഷം. അടുത്ത വാക്യം തുറന്ന് വായിച്ചേ. പാപിക്കോ, ദുഷ്ടനോ, പാപിക്കോ
ദൈവം തനിക്ക് ഇഷ്ടമുള്ളവന് സുഖിക്കാൻ കൊടുക്കാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാൻ കഷ്ടപ്പാട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ആരെങ്കിലും ധനം സമ്പാദിച്ച് സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ കണ്ടാൽ അവൻ മഹാഭാഗ്യ പാപിയ, കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വലിയ വലിയ ധനാഢ്യന്മാരുടെ പേര് വായിക്കുമ്പോൾ ഈ അധ്യായം ഓർത്ത് ഞാൻ സന്തോഷിക്കും. വലിയ വലിയ ഷെയർ മാർക്കറ്റിന്റെ ലിസ്റ്റ് കണ്ട് ആൾക്കാർ ഷെയറിന്റെ പുറകെ പോകുമ്പോൾ ഞാൻ കൈവച്ച് സ്വത്രം പറയും, ഇതൊക്കെ എൻ്റെ ഷെയറാണ്, ആവശ്യമുള്ളപ്പോൾ എൻ്റെ പോക്കറ്റിൽ വന്നോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം തനിക്ക് പ്രസാദിക്കുന്നവർക്ക് കൊടുക്കേണ്ടതിന് പാപിക്ക് പട്ടിയെ പോലെ പണിയുവാൻ ദൈവം ഭാഗ്യം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണിമുടക്കിന്റെ ദിവസമല്ല സഹോദര പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ ദിവസവും വേറിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ബന്ദിന്റെ ദിവസമല്ല നീ ഉപവസിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ ബന്ധാക്കിക്കൊണ്ട് ഉപവസിക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ കടയടച്ച് ജോലി മാറ്റിവെച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെയും തരുന്ന ഒരു സ്വർഗം നിന്റെ മേൽ തുറക്കുന്നത് നീ കാണുവാൻ പോകുകയാണ്. എത്ര പേര് അവരുടെ സ്വന്തം ജീവിതത്തിന്റെ ആവശ്യങ്ങളെ മാറ്റിവെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങുമോ, ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടെ ഇറങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ മായയുടെ പുറകെ ഓടാതെ, ജീവിതത്തിന്റെ പ്രതാപങ്ങളുടെ പുറകെ ഓടാതെ, ജീവിതത്തിന്റെ അധ്വാനത്തിന് കെട്ടി നശിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് നിത്യജീവന്റെ പങ്കാളികളായി തീരുവാൻ, ദൈവശക്തി ഏറ്റെടുക്കുവാൻ, ദൈവിക ദർശനങ്ങൾ ഏറ്റെടുക്കുവാൻ, ആത്മീക സന്തോഷങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എക്ലീസിയാസ്റ്റിക് സഭാപ്രസംഗി 4:8 വായിക്കാം. എക്ലീസിയാസ്റ്റിക് 4:8. Yeah. 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 മതി, മലയാളത്തിലും വായിച്ചു. 4:8. മക്കളും സഹോദരനും ഇല്ലാതെ ഒറ്റയാനയായിട്ട് ഒരു മനുഷ്യനുണ്ട്. അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പണിക്ക് ബുദ്ധിമുട്ടിനും അവസാനം ഇല്ലാന്ന്. അവന്റെ കണ്ണ് എന്നും ഡോളർ നോക്കി മിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നതെന്ന് അവന് പോലും അറിയയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡോളറും സമ്പത്തും അഗ്രികൾച്ചറും വീടും പറമ്പും കണ്ട് കണ്ണ് ബൾബാകാതെ സ്വർഗരാജ്യവും നിത്യതയും ദൈവവചനവും കണ്ട് സന്നിധിയിൽ ഇരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. മലയാളത്തിൽ പണ്ടൊരു പാഴഞ്ചൊല്ലുണ്ടായിരുന്നു, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. അധ്വാനിക്കുന്ന മുഴുവനും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ഭാര്യയും മക്കളും ഇല്ലാത്തവൻ പോലും ഇങ്ങനെ പണിയുമെന്നാണ് വേദനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയാനയായതുകൊണ്ട് കാര്യവുമില്ല. ഞാൻ കഴിഞ്ഞ മാസം 2 ഒറ്റയാനികളെ കണ്ടു. ഒരാൾ മെഡ്രാസിൽ നിന്നാണ്, നല്ലൊരു ജോലിയുണ്ട്, ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റിംഗ് എംപ്ലോയിയാണ്, റെപ്രസെൻറ്റേറ്റീവാണ്, നിൽക്കാതെ ഓടുകയാണ് പർച്ചേസിന് വേണ്ടിയിട്ട്. മെഡ്രാസ് മുഴുവൻ ഇവൻ ഒറ്റയ്ക്ക് കവർ ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇത്ര അധ്വാനിക്കുന്നത്? വയസ്സ് 42ആയി, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അവന്റെ പ്രയാസം മാറുന്നില്ല, അവന്റെ ഓട്ടം മാറുന്നില്ല. നീ ദൈവത്തെ കാണാത്തിടത്തോളം കാലം, നീ ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിന്റെ നട്ടോട്ടം മാറില്ല സഹോദര. ഇനി ഒരു സീക്രട്ടൂടെ പറയാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ടെൽ യു എ സ്പെഷ്യൽ മെസ്സേജ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു നിമിഷത്തെ നന്മ ഒരു മനുഷ്യന്റെ പുരുഷായുസിന്റെ കഠിനാധ്വാനത്തെക്കാട്ടിലും വലുതാണ്. God's 1 second, 1 minute mercy is far higher than the hard work of one man's whole lifetime. ഒരു മനുഷ്യന്റെ പുരുഷായുസിന്റെ കഠിനാധ്വാനത്തെക്കാട്ടിലും ദൈവത്തിന്റെ ഒരു നിമിഷത്തെ നന്മ വലുതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, സകലത്തെ നടത്തുന്ന ദൈവം, എന്നെയും നിന്നെയും പരിപാലിക്കുന്ന ദൈവം ഇന്ന് നിന്നോട് പറയുകയാണ്, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അതെൻ്റെ വേറൊരു വിഷയമാണ്. ഈ സ്വസ്ഥതയെക്കുറിച്ച് നമുക്ക് പിന്നൊരു അവസരം കേൾക്കാം. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. 2-3 വാക്യം കൂടെ വായിച്ചു ഞാൻ നിർത്താൻ പോവുകയാണ്. ഏശയ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം. ഐസായ 55 വേഴ്സ് 1, 2, 3. ഏഷ്യ 15, 1, 2, 3. ദാഹിക്കുന്ന ഏവനും
ദ്രവ്യമില്ലാത്തവൻ, ദാരിദ്ര്യം, പോക്കറ്റിൽ 5 പൈസ ഇല്ലാത്തവനും ദാഹിക്കുന്നവനും വെള്ളത്തിന് വരുവീൻ, കം ടു മീ, വാങ്ങി തിന്നുവീൻ, പാലും വീഞ്ഞും ദ്രവ്യവും വിലയും കൂടാതെ വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും, എന്തിന്? തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവെടുത്തുന്നത് എന്തിന്? Today as I was traveling, I was sharing with 2 of my friends and praying for them. My friend Shaijan said, what a beautiful 1 hour, far better than watching a movie, just sitting and praying in the car with you. Hallelujah. 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 ദിവസത്തെക്കാട്ടിലും നല്ലത് എന്ന് അനുഭവിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. 1 നിമിഷം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 നിമിഷത്തെക്കാട്ടിലും നല്ലത് എന്ന് അനുഭവിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തയോ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മറിയയോ നല്ല അംശം തെരഞ്ഞെടുത്തു. നീ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്ന മാർത്തയല്ലയോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി ദൈവം വചനം കേൾക്കുന്ന സഹോദരി, നീ മാർത്തയെക്കാട്ടിലും ഒരു വ്യത്യാസവുമില്ല. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും പ്രശ്നത്തിൽ നിൽക്കുകയാണ്. വചനം പല പ്രാവശ്യം നീ കേട്ടിട്ടുണ്ട്, എന്നാലും നിന്റെ മനസ്സിന് രൂപാന്തരം ഉണ്ടായിട്ടില്ല. മറിയയോ നല്ല അംശം തെരഞ്ഞെടുത്തു. അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തീരുമാനിച്ചു. നിന്റെ ദുഃഖം മാറണമോ, വേദന മാറണമോ, കം ടു ജീസസ്. ദൈവസന്നിധിയിൽ വരണം, മുഴങ്കാലിന്മേൽ വരണം. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, മുട്ടിന്മേൽ ഇരിക്കുമ്പോൾ നിന്റെ ദുഃഖം മാറും. സൗജന്യമായി ദൈവം കൊടുക്കുന്നു. യേശു സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു കുടിക്കാൻ വെള്ളം തരാൻ. അവള് ഒത്തിരി ഫിലോസഫിയൊക്കെ പറഞ്ഞു. യഹൂദനായ നീ എന്താ എന്നോട് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അവസാനം യേശു പറഞ്ഞു, ഞാൻ ആരാണ് നിന്റെ മുമ്പിൽ ചോദിക്കുന്ന ആരാന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവനോട് വെള്ളം ചോദിച്ചേനെ. ദാഹിക്കാത്ത വെള്ളം ഞാൻ അവൻ നിനക്ക് തന്നേനെ. എ വാട്ടർ ദാറ്റ് വിൽ ക്വെൻച്ച് യുവർ തേഴ്സ്റ്റ്. നിന്റെ ദാഹത്തെ അടക്കുന്ന ജീവജലം, നിന്റെ വിശപ്പിനെ ഇല്ലാതാക്കുന്ന ജീവജലം ദൈവം നിനക്ക് തെരുമാറാകട്ടെ. Hallelujah. Begum, let's go forward and read three more verses. John chapter 6 verse 37. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. I will in no wise cast away him that come to me. I will in no wise cast away him that come to me. മലയാളത്തിൽ വായിച്ചോ 6:37. John 6:37. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവീൻ. ബുദ്ധിമുട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരുവീൻ. രോഗികളായിട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരുവീൻ. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ ഞാൻ തള്ളിക്കളയേയില്ല. നിന്റെ പ്രശ്നം എത്ര സങ്കീർണമാണേലും, നിന്റെ ജീവിതം എത്ര തകർന്നതാണേലും, വേറൊരു മനുഷ്യനും നോക്കാൻ ഇഷ്ടമില്ലാത്തതാണേലും നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. എത്ര പാപത്തിൽ കിടക്കുന്ന ജീവിതമാണേലും, എത്ര ബുദ്ധിമുട്ടിൽ കിടക്കുന്ന ജീവിതമാണേലും, എത്ര തകർന്ന ജീവിതമാണേലും, നിന്റെ സഹോദരൻ ഇറങ്ങി വന്ന് നോക്കാത്തപ്പോൾ നീ യേശുവിൻ്റെ അടുക്കൽ പോയാൽ അവൻ നിന്നെ തള്ളുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും, യേശു പറഞ്ഞു, my Jesus said that he will in no way cast anyone who comes to him. ഒരിക്കലും എൻ്റെ യേശു അവൻ്റെ അടുക്കൽ വരുന്നവനെ ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 7:37 7:37 പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഉണ്ടാകും. ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, സ്പ്രിങ്സ് ആൻഡ് ഫൗണ്ടൻസ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ കം ഫ്രം യു. നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അൺഎൻഡിങ് സ്പ്രിങ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഒരിക്കലും കുറഞ്ഞു പോകാത്ത ദൈവിക ശക്തി
ജീവന്റെ ഉറവിടം, ജീവജലത്തിന്റെ നദി നിന്റെ ഉള്ളിൽ നിന്ന് ദൈവം ഒഴുക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ എപ്പോഴും ഉഷാറായിട്ട് നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരുടെ ശക്തി കുറയാതിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ആ ശക്തിയാൽ നിറയ്ക്കുമാറാകട്ടെ. സ്പ്രിങ്സ് ഓഫ് ലിവിംഗ് വാട്ടർ, ഫൗണ്ടൻസ് ഓഫ് ലിവിംഗ് വാട്ടർ കമ്മിങ് ഫ്രം വിതിൻ യു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഉണ്ടാകും. ഉണങ്ങി വരണ്ടിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ജീവജലത്തിന്റെ നദി ഒഴുകുവാൻ, അത് നിന്റെ കുടുംബത്ത്, നിന്റെ ദേശത്ത് ദാഹിക്കുന്ന അനേക നിന്റെ ബന്ധുമിത്രാദികൾക്ക് സ്വാന്തനമായി തീരുവാൻ ദൈവം നിന്നിലൂടെ ഒഴുകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വെള്ളത്തിനായി ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ജീവജലത്തിനായി ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ കുടുംബത്ത്, നിന്റെ ദേശത്ത്, നിന്റെ ചുറ്റുപാടുണ്ട്. അവരുടെ ആശ്വാസമായി നിന്നിലൂടെ ദൈവം ഒഴുകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. Galatians chapter 5 verse 1. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. Don't get yourself burdened by the yoke of slavery because Christ has set you free. ക്രിസ്തു നിങ്ങളെ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കിയെങ്കിൽ ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക. അടിമ നുകത്തത്തിൽ, ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ് ബർഡൻഡ് ബൈ ദ സ്ലേവറി. അടിമ നുകത്തത്തിൽ നീ പോയി വീഴരുത്. ഒരു കാരണവശാലും ലോകത്തിന്റെ അടിമനുഖത്തിൽ, പാപത്തിന്റെ അടിമനുഖത്തിൽ, കൂട്ടുകെട്ടിന്റെ അടിമനുഖത്തിൽ, മദ്യപാനത്തിന്റെ അടിമനുഖത്തിൽ, തകർന്ന ജീവിതങ്ങളുടെ അടിമനുഖത്തിൽ പോയി വീഴാതെ ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. നീ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്റെ ഭാരം കൊടുത്തു കഴിഞ്ഞാൽ നുഖം ആരുടെ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചോണം? ക്രിസ്തുവിന്റെ. യേശു പറഞ്ഞു എൻ്റെ നുഖം എടുക്കാൻ. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിന്റെ കഴുത്തി വേറൊന്ന് കെട്ടിവെക്കാൻ പറ്റില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്നോണ്ടല്ലേ പിശാച് ഫിറ്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ നുഖം നിന്റെ കഴുത്തിൽ ഫിറ്റ് ചെയ്യുവാനും വേറെ ഒരു നുഖവും എടുക്കാതിരിക്കുവാനും ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ലോകത്തിന്റെ നുഖമല്ല, മനുഷ്യർ കെട്ടുന്ന നുഖമല്ല, ദൈവത്തിന്റെ നുഖം. അത് വളരെ ലഘുവാൻ, അതെടുക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. അവസാനമായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 41. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. Yes. Martha, you are worried and troubled about many things. നീ പലതിനെ കുറിച്ച് ചൊല്ലി വിചാരപ്പെടുന്നു. But one thing is needed. One thing is needed. ഒന്നേ ആവശ്യമുള്ളൂ. And Mary have chosen that good part. അത് മറിയ തെരഞ്ഞെടുത്തിട്ടുണ്ട്. Which will not be taken away. അത് അവളുടെ കയ്യിൽ നിന്ന് ആരും എടുത്ത് കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ വായിച്ചോ. മാർത്തയോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മനം കലങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മാർത്ത ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ ഞാൻ മാർത്തയോട് പറയട്ടെ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി നിന്റെ വിചാരപ്പെട്ട് നിന്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. എന്നാൽ അല്പമേ വേണ്ടൂ, ഒന്ന് മതി, ഒന്ന് മതി. അത് നല്ല അംശമാണ്. ആ അംശം യേശുവിന്റെ പാദപീഠമാണ്. എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ യേശുവിന്റെ പാദപീഠമാണ് ആ നല്ല അംശം. ദൈവത്തിന്റെ പാദപീഠം തെരഞ്ഞെടുക്കുവാൻ മറിയെ പോലെ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് മതി. അടുത്ത വാക്യം, ഒന്ന് മതി, ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ദൈവ പൈതല് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ അനുഭവം ആരും എടുക്കുവാൻ സാധിക്കുകയില്ല. സ്വർണം കള്ളൻ മോഷ്ടിക്കും, നിന്റെ ഡിഗ്രി മാറിപ്പോകും, നിന്റെ ആരോഗ്യം നീങ്ങിപ്പോകും, നിന്റെ കൂട്ടുകാർ മാറിപ്പോകും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന അനുഭവങ്ങളോ ഒരു വ്യക്തിക്കും മാറ്റാൻ സാധിക്കുകയില്ല. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ, നാൾ തോറും നിന്റെ ഭാരം ചുമക്കുന്ന യഹോവയെ അറിയുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ.
Run your race. Hallelujah. Fixing your eyes on Jesus. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ചെറിയ ചെറിയ ഭാരങ്ങൾ, ചെറിയ ചെറിയ ചിന്താകുലങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ ശക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടു കൊടുക്കുമോ? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുമോ? ഇനി മേലാൽ അത് എടുക്കരുത്. നാൾതോറും നിന്റെ ഭാരം ചുമക്കുന്ന എൻ്റെ യേശു ജീവിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശ്വസിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദൈവം തനിക്ക് പ്രസാദമുള്ളവന് സന്തോഷമാണ് കൊടുക്കുന്നത്, ജ്ഞാനമാണ് കൊടുക്കുന്നത്, കഠിനാധ്വാനമല്ല, ഭാരമല്ല. ഭാരപ്പെടുന്ന ജീവിതമേ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവം നിന്നെ വിടുവിക്കുമാറാകട്ടെ, ദൈവം നിനക്ക് സമാധാനം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് അങ്ങയുടെ തിരുവചനം കേട്ട എല്ലാ മക്കൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാകണമേ. മനസ്സ് വേദനപ്പെട്ട് കലങ്ങി മാർത്തയെ പോലെ പലതിനെ ചൊല്ലി ദുഃഖിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ, അവരുടെ ദുഃഖത്തെ നീക്കുമാറാകണമേ, അവരുടെ വേദനയെ മാറ്റുമാറാകണമേ, അവരുടെ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും ഇല്ലാതാക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അവരെ യഹോവയിൽ സന്തോഷിക്കുവാനും അങ്ങ് അവരെ കരുതുന്നുവെന്നും അങ്ങ് അവരെ ചുമക്കുന്നുവെന്നും നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം ജീവിക്കുന്നുവെന്നും വിശ്വസിക്കുവാൻ കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യമായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. കുഞ്ഞുങ്ങളെക്കുറിച്ച് കരയുന്നവരുണ്ട്, വീടിനെ ഓർത്ത് കരയുന്നവരുണ്ട്, ഭാവിയെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നസ്രായന യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അവകാശം പറഞ്ഞെടുക്കുകയാണ്. പാപത്തിന്റെ ചങ്ങലയിൽ കിടക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുകയാണ്. പാപത്തിൽ നിന്ന് വിട്ടുകൊണ്ട്, ഭാരങ്ങൾ എറിഞ്ഞുകൊണ്ട് അങ്ങേ പിൻപറ്റി അങ്ങേ മനസ്സിലാക്കി അവരുടെ ജീവിതാന്ത്യം വരെയും അങ്ങേക്ക് വേണ്ടി ഓടുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ദൈവവചനം കേൾക്കുവാൻ എല്ലാ ആഴ്ചകളിലും ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ കാണുന്ന മേൽവിലാസത്തിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.